മലപ്പുറം ഭയങ്കര ഹോട്ടാന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ചൂടുമ്പോഴത്തെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ അറിയില്ല. അതിങ്ങനെ വണ്ടടിച്ചിരിക്കുന്ന സമയത്താണ് ഇതവിടെ മൈലാഞ്ചി നടത്താൻ കണ്ടത്. ചൂടെടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല, വരയ്ക്കാനുള്ള മൂടും ഇല്ലാത്ത സമയത്ത് നമുക്ക് മൈലാഞ്ചി വെച്ചൊരു കുത്തമ്മിനാണ് പണിയാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരുന്നത് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കൈ നിറയെ മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ബ്രൈഡൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ ഇത്രയും മൈലാഞ്ചി ഒക്കെ ഇടുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, എന്തൊരു രസമാണെന്ന് അത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കരിവെള്ളം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ വെറുതെ ഇങ്ങനെ കോറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റെഫറൻസ് പിക്ചർ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചുമ്മാ അതിൻ്റെ ഭാവനയിൽ വിരിയുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒന്നുമില്ല, കായും പൂവും കടലൊക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അവസാനം കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളിപ്പോൾ എവിടെ, സ്ഥലം എവിടെയാണ്, അവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? നല്ല ചൂടായിരിക്കും അല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ, വെള്ളമൊക്കെ കുടിക്കണം. എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഈ മൈലാഞ്ചി ഇത്രയൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആരുടെ കയ്യിൽ മൈലാഞ്ചി ഇടുന്ന് വെച്ചിട്ട് ഇങ്ങനെ വണ്ടടിച്ചിട്ടുള്ള സമയത്താണ് ആളെനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് അധികം ഇങ്ങനെ നിറച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നിറച്ചിടുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. മൈലാഞ്ചി ഇങ്ങനെ നിറച്ചിടുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ തന്നെ എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തിനാ ശ്രീകുട്ടി ഇങ്ങനെ വാരിപ്പൊത്തി മൊത്തം കൂടി ഇടുന്നത്, ആൾക്കാർ കണ്ട എന്ത് വിചാരിക്കുന്നുള്ളത്. ആൾക്കാർ കണ്ട എന്ത് വിചാരിക്കണം, ഒന്നും വിചാരിക്കാൻ പാടില്ല. നല്ലതാണെങ്കിൽ നല്ലതാന്ന് വിചാരിക്കും, മോശമാണെങ്കിൽ മോശമാണെന്ന് വിചാരിക്കും. പിന്നെ ചിലവരുണ്ട് ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർ ഇതുപോലെ കൈ നിറച്ച് ഇങ്ങനെ മൈലാഞ്ചി വരയ്ക്കാൻ പാടില്ല, ഒരുപാട് ആടെ ആഭരണങ്ങൾ ഇടാൻ പാടില്ല, ഇതുപോലെ മേക്കപ്പ് ഇടാൻ പാടില്ല, ഇതുപോലെയുള്ള കോസ്റ്റ്യൂംസ് ഇടാൻ പാടില്ല. അതൊക്കെ അവരവരുടെ തോട്ടാണ് കേട്ടോ. പഴയ രീതിയിലുള്ള ചിന്താരീതിയും കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു 90 കിഡ്സ് ആ ഒരു ടൈപ്പിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ന ടൈപ്പിലുള്ള സാധനങ്ങളെ യൂസ് ആക്കാവൂ ഇന്ന ഏജിക്കാർക്ക് എന്നുള്ളത്. ഇത് ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് അവർ വിചാരിച്ചോട്ടെ, നമ്മളത് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം കാശ് കൊടുത്ത് നമ്മളാണ് മൈലാഞ്ചി മേടിക്കുന്നത്, നമ്മുടെ കയ്യിലാണ് ഇടുന്നത്, നമ്മുടെ സന്തോഷമാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ എന്ത് സന്തോഷം വേണമെങ്കിലും നമുക്ക് അത് ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ പറ്റൂട്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ റെഫറൻസ് പിക്ചർ നോക്കിയിട്ടല്ല വരയ്ക്കാത്തതെന്നുള്ളത് കൊണ്ട് ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടാണല്ലോ ഈ സംഭവം വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പൂക്കളും കായകളും ചെടികളും കുത്തുകളൊക്കെ വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് അങ്ങോട്ട് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പുതിയ വീഡിയോസോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വീഡിയോസോ ഒക്കെ കാണുമ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്ക് പറഞ്ഞിട്ട്. പിന്നെ അമ്മയുടെ നേരത്തെ ഡയലോഗില്ലേ, ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് താഴത്ത് കുറച്ചും കൂടി അങ്ങോട്ട് മൈലാഞ്ചി ഇടാന്ന് വെച്ച് അതിനുള്ള പുറപ്പാടാണ് കേട്ടോ. വള ഊരി വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ മൈലാഞ്ചിട്ടായിട്ടാണ് ഈ ഡയലോഗ് അടിച്ചത്. അതുകൊണ്ട് വള ഊരാനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി താഴത്തേക്ക് അങ്ങോട്ട് ഇടായിരുന്നു കേട്ടോ. അപ്പോൾ കൈ നിറച്ച് എന്നെ കാണുമ്പോൾ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടമാണെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ട്യൂബിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം ട്യൂബിലെ സാധനം തീരാറായിട്ടുണ്ട് കേട്ടോ. നെക്ക് പീച്ചിട്ട് വേണം ഇനി അടുത്തിടാൻ. ഇത് ഫിനിഷ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ടാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ഫിനിഷ് ആക്കാൻ നോക്കും. അങ്ങനെ അമ്മയുടെ കയ്യിലെ കുത്തമിനാറിന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഏകദേശം ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരച്ച ലാസ്റ്റ് നമുക്ക് അമ്മനോട് തന്നെ ചോദിക്കാം കേട്ടോ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ഇതാണ് ഫൈനൽ റിസൾട്ട്. കാണിച്ചു കൊടുക്കമ്മ. ഇഷ്ടപ്പെട്ടാ ആരാ ഇഷ്ടപ്പെട്ടോന്ന്? മൈലാഞ്ചി. ഓക്കെ. അമ്മ ഡബിൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് അപ്ലോഡ് ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ അതിന്റെ വീഡിയോസ് കഴിഞ്ഞിട്ടാണ്. ഇനി ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടോളി. അത് എങ്ങനെയാണ് അതിന്റെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് എനിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് തന്നെ കണ്ടോളൂ കേട്ടോ. മൈലാഞ്ചി ഇട്ടപ്പം മുതലേ വീഡിയോയിൽ ഇങ്ങനെ മുഴിഞ്ഞിരിക്കുകയാണ്. ഏതോ വാവിന്റെ പിക്ചറാണ് കേട്ടോ. പുള്ളിക്കാരി ഇത് അറിഞ്ഞിട്ടില്ല, നോക്കൂ. ലാസ്റ്റ് അയ്യോന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് എന്താ ചെയ്യണേന്ന് അറിയില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വരച്ചതാണ് കേട്ടോ. പക്ഷേ എന്താ അറിയില്ല, എന്തോ സങ്കടമായി. അത് കഴിഞ്ഞിട്ട് ഇത് അമ്മമ്മയുടെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ. പാവ അമ്മമ്മയ്ക്ക് മാത്രം വരച്ചു കൊടുക്കാതിരുന്ന അത് മോശമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ഇര അമ്മമ്മ തന്നെ ആയിക്കോട്ടേന്ന്. അങ്ങനെ വലിയ ഡിസൈൻ ഒന്നുമില്ല, ചെറിയൊരു കുഞ്ഞു പൂ മാത്രം വരച്ചു കൊടുത്തു. സീ യു, ലവ് യു ഉമ്മ.